ആം ആദ്മി പാർട്ടി ചെറുതല്ലാത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആം ആദ്മി ലീഡിൽ 3 എന്ന് പറയുന്ന മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, പക്ഷേ അത് പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ്. EVM-ന്റെ വന്നു തുടങ്ങിയിട്ടില്ല ന്യൂഡൽഹിയിൽ, EVM-ന്റെ വന്നിട്ടില്ല കൽക്കാജിയിൽ, EVM വന്നിട്ടില്ല ജംഗ്പുരയിൽ. നോക്കൂ, 25, 30, 2 എന്ന നമ്പർ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ ഇനിയും 13 ഇടങ്ങളിലെ ഫലസൂചനകൾ വരാനുണ്ട്. ആ 13 ഇടങ്ങളിലെ ഫലസൂചനകൾ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാകാം. ഇത് പോസ്റ്റൽ ബാലറ്റ് വരുമ്പോഴും കേവലം 5 സീറ്റിന്റെ മാത്രമേ അഞ്ചോ 6 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂവെങ്കിൽ BJP ഭയക്കണം. ആം ആദ്മി പാർട്ടി ഇപ്പോഴും ശക്തമായ പ്രതിരോധമാണ് ഗ്രൗണ്ടിൽ കാണിക്കുന്നത്. ആം ആദ്മി പാർട്ടി പൂർണ്ണമായും വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടില്ല. 57 ലീഡ് നിലയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആം ആദ്മി പാർട്ടി 24 ലീഡ് ഉയർത്തുമ്പോൾ BJP 31, കോൺഗ്രസ് 2. ആം ആദ്മി പാർട്ടി 24, BJP 31, കോൺഗ്രസ് 2. ആപ്പ് 24, BJP 31, കോൺഗ്രസ് 2. ആപ്പ് 24 ഇടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ അതിഷി മല്ലാനയും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും സൗരവ് ഭരദ്വാജും പിന്നിലാണ് എന്നതാണ് ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. അതെ, വീണ്ടും ആം ആദ്മി പാർട്ടി 25, BJP 30 താഴ്ന്നു. ആപ്പ് 25, BJP 30. ഒരു കടുത്ത മത്സരം തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. 2 സീറ്റുകളിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ്. 2 സീറ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കുന്നത്. 13 സീറ്റുകൾ ഇനിയും വന്നിട്ടില്ല. പോസ്റ്റൽ ബാലറ്റിലും വന്നിട്ടില്ല, EVM-ന്റെയും ഫലസൂചനകൾ വന്നിട്ടില്ല. 13 ഇടങ്ങളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് ആം ആദ്മി പാർട്ടി. സുനിലിനോട് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് എണ്ണി തുടങ്ങാത്തത്? 13 ഇടങ്ങളിൽ വന്നിട്ടില്ല. ഒരിടത്തും ആ കണക്കുകളില്ല. പലയിടങ്ങളിലും ആളുകൾ 70 കാണിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ കണക്ക് 57 ഇടങ്ങളിലെ മാത്രമേ ഫലസൂചനകൾ പുറത്തു വന്നിട്ടുള്ളൂ. കൈലാഷിൽ സൗരഭ് ഭരദ്വാജ് മുന്നിലാണ്. അങ്ങനെ ഒരാൾ മുന്നിലെത്തി. സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിൽ ഇപ്പോൾ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ മുന്നിലെത്തിയിട്ടുണ്ടോ? കൽക്കാജിയിൽ അതിഷി മുന്നിലെത്തിയിട്ടുണ്ടോ? ജഗ്പുരയിൽ മനീഷ് സിസോദി മുന്നിലെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭൂരിപക്ഷ സീറ്റുകളിൽ BJP മുന്നിൽ എന്നുള്ളതാണ്. ഓഖ്ലയിൽ BJPയുടെ മനീഷ്. ന്യൂഡൽഹിയിൽ ഇപ്പോഴും പർവേസ് സിംഗ് വർമ്മ തന്നെയാണ് കേട്ടോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ പർവേസ് വർമ്മ തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ട്രെയിൽ ചെയ്യുകയാണ്. സന്ദീപ് ദീക്ഷിതിന് എത്ര വോട്ട് കിട്ടി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. 27 ആപ്പ് BJP. കാണൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആപ്പ് 27, BJP 29, കോൺഗ്രസ് 2. ആപ്പ് 27 2 ആം ആദ്മി പാർട്ടി. ആപ്പിൽ 27, BJP 29. ആപ്പ് 27, BJP 29, കോൺഗ്രസ് 2. ഈ വ്യത്യാസം കോൺഗ്രസിന്റെ 2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരർത്ഥത്തിൽ. ആം ആദ്മി പാർട്ടി BJP തമ്മിൽ ഇനിയാണ് ആര് മുന്നിലേക്ക് വരുന്നത്? ഇനിയാണ് മത്സരം അല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, 2020 മത്സരത്തിന്റെ അവസാനത്തെ ഓവറുകളിലേക്ക് എന്ന നിലയിലേക്ക് സൂപ്പർ ത്രില്ലറായിട്ട് മാറുന്നു. 28-28 ആം ആദ്മി പാർട്ടി 28, BJP 28 എന്നുള്ളതാണ്. ഡൽഹിയിലെ സ്ത്രീകൾ അരവിന്ദ് കെജ്രിവാളിനെ ചൂലെടുത്ത് സ്വീകരിക്കുന്നു. ഡൽഹിയിലെ സ്ത്രീകൾ അരവിന്ദ് കെജ്രിവാളിനെ സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണോ ഇത്? അവിടുത്തെ മൈനോറിറ്റി വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. ഹിന്ദു വോട്ട് പോപ്പുലേഷനുള്ള 56 മണ്ഡലങ്ങളുണ്ട്. 75% ഹിന്ദു വോട്ട് പോപ്പുലേഷനുള്ള 56 മണ്ഡലങ്ങളിൽ 39 മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്യുന്നത്.